രാവിലെ തന്നെ ചെറിയ മഴക്കാറും കൊണ്ട് ചെറുതായിട്ട് സൂര്യനെയും കൂടെ കാണാം. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞു ഉറക്കണീറ്റ് വന്നത്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് എന്നോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഇരുന്ന് അങ്ങ് ആറ് കാണാം. ആറ്റി കുറെ വെള്ളമായി, ഇപ്പോൾ നമ്മൾ ആറ്റി പോയി ഒഴുകി പോകുന്നൊക്കെ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിലോട്ട് പോയപ്പോൾ ഉമ്മ തിക്കടി ഉണ്ടാക്കാൻ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പണ്ടൊക്കെ തിക്കടി പെരുന്നാളിൻ്റെ തലേന്ന് ഉണ്ടാക്കാറ്. ഇവിടെ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബം തിക്കടി ഉണ്ടാക്കും. എൻ്റെ വീട്ടിലൊക്കെ മാവ് ബോളാക്കി കൈവച്ച് പരത്തി ഉണ്ടാക്കുന്നത്. ഇവിടെ ഉമ്മ ഇങ്ങനെ എല്ലാം കൂടെ നീളത്തി വെച്ച് കത്തിയിട്ട് മുറിക്കും. സംഗതി എളുപ്പമാണെങ്കിലും കഴിക്കാൻ പറ്റേതാ നല്ലത്. ഞാൻ ഉമ്മാനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്തിടുന്നതാ കഴിക്കാൻ നല്ലതെന്നൊക്കെ. അങ്ങനെ പരത്തിക്കൊണ്ടിരുന്ന ഉച്ചയാവും കഴിക്കാൻ. അതുകൊണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു. ഉമ്മാക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഉമ്മ പറമ്പിലോട്ട് കയറിയപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് കൂട്ടത്തിൽ പോയതാ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉമ്മ എന്നും ഇങ്ങനെ പറമ്പിലോട്ട് പോകും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായി പറമ്പിലോട്ടൊക്കെ കയറിയിട്ട്. കപ്പളങ്ങ് വല്ലാണ്ട് വളർന്നു പോയി. ഒരെണ്ണം പറിക്കാൻ നോക്കിയപ്പോൾ 3-4 ഇങ്ങ് പോകുന്നു. ഇറങ്ങി വരുന്ന വഴിയിൽ സൈഡിൽ കൊടുക്കുമ്പോൾ കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ. എന്നാലും ഒരു കറിക്കുള്ളത് കിട്ടിയായിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് മഴയായതുകൊണ്ട് ആറ്റിലൊക്കെ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട്. അടുക്കളയിൽ കയറി വന്നപ്പോൾ തിക്കിടി അരപ്പൊക്കെ പറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നു കരിഞ്ഞു പോയിന്. അടുപ്പത്തൊന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നു.